സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ ബിജെപിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ കൂടിയിരുന്നു. കേരളത്തിൻ്റെ ഇലക്ഷൻ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ വിനോദ് താവ്ഡെ, കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള പ്രഭാരി മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ പ്രകാശ് ജാവ്ഡേക്കർ, കേരളത്തിലെ ഇലക്ഷൻ സഹ ചുമതല വഹിക്കുന്ന കേന്ദ്രമന്ത്രി ശ്രീമതി ശോഭ കരന്തലെ തുടങ്ങിയ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റി യോഗം കൂടുകയും കേരളത്തിലെ പൊതുരാഷ്ട്രീയ സ്ഥിതിയെ സംബന്ധിച്ച ചർച്ച നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭാവി പരിപാടികൾക്ക് രൂപം നൽകുകയും ഉണ്ടായി. നമുക്കറിയാം, ശബരിമല വിഷയത്തെ സംബന്ധിച്ച് കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലെടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് ബിജെപിക്ക് ആവശ്യപ്പെടാനുള്ളത് ശബരിമല ആചാര സംരക്ഷണത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എടുക്കണം എന്നാണ്. മുമ്പ് കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം മാറ്റിക്കൊടുക്കാനും അതുപോലെ തന്നെ ശബരിമല പ്രക്ഷോഭത്തിൽ സംസ്ഥാന സർക്കാർ ശബരിമലയുടെ ആചാരങ്ങൾ ധ്വംസിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചപ്പോൾ അതിനെതിരെ സമരം ചെയ്ത് എടുത്തിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന കേസുകൾ പിൻവലിക്കാനും സംസ്ഥാന സർക്കാർ തയ്യാറാക്കണം. മാത്രമല്ല, ശബരിമല കൊള്ള കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് കുറുവാ സംഘം നേതൃത്വം നൽകിയ ശബരിമല കൊള്ള അതിനെ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ എടുക്കണം. ഈ 3 ആവശ്യങ്ങൾ കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർത്താൻ BJP സംസ്ഥാന നേതൃയോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ഒന്ന് പറയുന്നു. സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന ശബരിമലയെ സംബന്ധിച്ചുള്ള സത്യവാങ്മൂലം അത് മാറ്റി പുതിയ സത്യവാങ്മൂലം നൽകണം. ശബരിമല പ്രക്ഷോഭ സമയത്തെടുത്ത കേസുകൾ, കള്ളക്കേസുകൾ പിൻവലിക്കണം. അതുപോലെ തന്നെ ശബരിമല കൊള്ളയെ സംബന്ധിച്ച കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കണം. ഈ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലാകമാനം അതിവിപുലമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനും പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ മുതൽ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ വരെ പങ്കെടുക്കുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകാനും BJPയുടെ ഇലക്ഷൻ കമ്മിറ്റിയോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുകൂടാതെ കേരളത്തിലെ 140 അസംബ്ലി മണ്ഡലങ്ങളെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ള ചർച്ച ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ നടന്നു. ചില പ്രത്യേക മണ്ഡലങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ചർച്ചകൾ നടന്നു. പാർട്ടിയുടെ ജനാധിപത്യ പ്രക്രിയ പ്രകാരം എല്ലാ അസംബ്ലി മണ്ഡലത്തിലെയും പാർട്ടിയുടെ നേതൃനിരയുമായിട്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും അവിടുത്തെ പൊതു രാഷ്ട്രീയ സ്ഥിതിയെ സംബന്ധിച്ചും ചർച്ച നടത്തിയിരുന്നു. സംസ്ഥാനത്തെ ഒരു മുതിർന്ന നേതാവും മറ്റൊരു സംസ്ഥാന ഭാരവാഹിയും കേരളത്തിലെ 14 ജില്ലകളിലും പോയി 140 അസംബ്ലി മണ്ഡലങ്ങളുടെയും അഭിപ്രായങ്ങൾ ശേഖരിക്കുകയുണ്ടായി. ആ ശേഖരിച്ച വിവരങ്ങൾ ഇലക്ഷൻ കമ്മിറ്റിക്ക് കൈമാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ കേന്ദ്ര പാർലമെൻ്ററി ബോർഡിലേക്ക് അയക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു.